മസ്തിഷ്ക മരണം സംഭവിച്ച ജാസ്ലിയ ജോൺസൺ 4 പേർക്ക് പൊതുജീവൻ നൽകിയിരിക്കുന്നു. വൈപ്പിൻ എടവനക്കാട് സ്വദേശിയായ ജാസ്ലിയ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് കുടുംബം ഉൾപ്പെടെ എത്തിയത് ഏത് ഘട്ടത്തിലായിരുന്നു? ആർക്കൊക്കെയാണ് ഇനി ഈ കുട്ടിയിലൂടെ പൊതുജീവൻ ലഭിച്ചിരിക്കുന്നത്, മുന്നോട്ട് ജീവിതം ഉണ്ടാകുന്നത്? അക്ഷയ, അതായത് വിധി തട്ടിയെടുത്ത ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളായിരുന്നുവെങ്കിൽ ആ നോവിനിടയിലും ആ ജാസ്ലിയ ജോൺസൺ 4 പേർക്ക് പുതുജീവൻ നൽകിക്കൊണ്ടാണ് വിടവാങ്ങിയിരിക്കുന്നത്. എടവനക്കാട് വൈപ്പിൻ സ്വദേശിയാണ്. ഈ ബികോം അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ ബികോം 2ാം വർഷ വിദ്യാർത്ഥിയാണ്. പഠനത്തോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോലിയും ചെയ്തിരുന്നു. ഈ പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് മടങ്ങവേ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ജാസ്ലിയയ്ക്ക് വാഹനാപകടം അങ്കമാലിയിലെ ടെൽക്ക് ജംഗ്ഷനിൽ വെച്ച് ഉണ്ടാകുന്നത്. തുടർന്ന് ആ സമയത്ത് പെട്രോളിങ്ങിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ ജാസ്ലിയയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പരിക്ക് ഗുരുതരമായതിനാൽ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. രാജഗിരിയിലെ ആശുപത്രി ഡോക്ടർമാർ തീവ്രമായ രീതിയിൽ പരിശ്രമിച്ചുവെങ്കിലും ജാസ്ലിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് പുലർച്ചെ 6:38-നാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. തുടർന്നാണ് ബന്ധുക്കൾ ഈ ജാസ്ലിയുടെ അവയവങ്ങൾ കൈമാറാൻ സന്നദ്ധതയാണ് എന്ന് അറിയിക്കുകയും തുടർന്ന് കേസോട്ട വഴി 4 പേർക്കായിട്ട് ഇത്തരത്തിൽ ജാസ്ലിയുടെ അവയവങ്ങൾ കൈമാറാൻ തീരുമാനിക്കുകയും ചെയ്തത്. നിലവിൽ ഈ ജാസ്ലിയുടെ ഈ കരൾ ആലുവ രാജഗിരി ആശുപത്രിയിലെ തന്നെ ചികിത്സയുള്ള രോഗിക്കും വൃക്ക കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും നേത്രപടലം അങ്കമാലി ഐ ബാങ്ക് അസോസിയേഷൻ ഓഫ് കേരളയിലേക്കും കൈമാറിയിട്ടുണ്ട്. എന്തായാലും ഈ ജീവൻ നഷ്ടപ്പെട്ടതിനിടയിലും ഈ 4 പേർക്ക് പുതുജീവൻ നൽകാൻ വേണ്ടി ആ ഒരു കാരുണ്യം കാണിച്ച ജാസ്ലിയുടെ ബന്ധുക്കളെ മന്ത്രി അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട്. പഠനത്തോടൊപ്പം തന്നെ സ്പോർട്സിനുമൊക്കെ വളരെ വലിയ മികവ് തെളിയിച്ച ആളുകൂടിയായിരുന്നു ജാസ്ലിയ. എന്തായാലും ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ 4 പേർക്ക് തന്നിലൂടെ ജീവൻ നൽകിയാണ് ഇന്നും ആ കുട്ടി ഇനി ജീവിക്കാൻ പോകുന്നത്. ശരി, ശ്യാം പ്രസാദ് വിവരങ്ങൾ നൽകുന്നത്. ഏറ്റവും വലിയ മഹാദാനമാണല്ലേ അവയവദാനം. മസ്തിഷ്ക മരണം സംഭവിച്ച ജാസ്ലിയ 19 വയസ്സുകാരിയാണ്. ജാസ്ലിയ ജോൺസണിലൂടെ 4 പേർക്ക് പുതുജീവൻ ഉണ്ടാവുകയാണ്. വാഹനാപകടത്തിലായിരുന്നു ജാസ്ലിയുടെ മസ്തിഷ്ക മരണം സംഭവിച്ചത്.